കേരളം വാഴുക, കേരളം വാഴുക, സാംസ്കാരിക കേരളം വാഴുക, പ്രബുദ്ധ കേരളം വാഴുക, സമ്പൂർണ്ണ സാക്ഷര കേരളം വാഴുക. നൂറ്റാണ്ടുകളായി ചാതുർവർണ്ണ്യത്തിൻ്റെ പീഡനം താടനം, വഴി നടക്കാൻ പാടില്ല, മാറുമറയ്ക്കുവാൻ പാടില്ല, പെണ്ണാള് കുഞ്ഞുങ്ങൾക്ക് നല്ല പേരിടാൻ നല്ല വാക്കോതുവാൻ പാടില്ല, പാലമുറയ്ക്കുവാൻ കരുവായി തീർന്ന മാതാക്കൾ, മടവീണ വയൽ വരമ്പിൽ തടയണയായി തീർന്ന മനുഷ്യക്കോലങ്ങൾ, അക്ഷരമെന്തെന്നറിയാതുഴറിയോർ ഭ്രാന്താലയമെന്ന പേരിനുടമയായോരിടം, സനാതനധർമ്മത്തിൻ്റെ ക്രൂരതകളേറെ. വൈകുണ്ഠസ്വാമികളും ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പിയും മന്നവും മക്തിത്തങ്ങളും കുമാരഗുരുവും ചാവറയച്ചനും ഒട്ടേറെ മനീഷികൾ കൊളുത്തിവെച്ച ദീപങ്ങൾ തെളിഞ്ഞു ഹൃദയങ്ങളിൽ. നമ്മൾ മലയാളികൾ മാനവരായി അക്ഷരത്തിരികൾ ജ്വലിച്ചു, മനസ്സിൻ്റെ അത്യഗാധകത്തങ്ങളിൽ അഗ്നി പടർന്നു. പാടത്ത് പണിശാലയിൽ പകലിരവു വേല ചെയ്ത തൊഴിലാളർ സംഘടിതരായി മണ്ണിനുടമകളായി നമ്മൾ മലയാളികൾ മനുഷ്യരായി. വിദ്യ തേടി വിദേശ രാജ്യങ്ങളിൽ വിഹരിച്ചവരേകിയ വിദേശ നാണ്യം നാട്ടിൻ പുറങ്ങളിൽ സമൃദ്ധമായി പെയ്തിറങ്ങി നാടിൻ മുഖഛായ മാറ്റിമറിച്ചു. ഹരിത വിപ്ലവം പട്ടിണിക്കരുതി വരുത്തി കേരളം ഒന്നാമതായി. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി. പുത്തൻ മടിശീല വീർത്തു തുടങ്ങി, ജാതിമതാന്തത മനസ്സുകളിൽ കുടിയേറി. അതിഥി തൊഴിലാളികൾ നാടും നഗരവും നിറഞ്ഞു. മദ്യം മയക്കുമരുന്ന് മാധ്യമലോബികൾ തെരുവുകൾ പങ്കിലമാക്കി. പീഡനങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, തിടം വെച്ച അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, വീടകവും നാടുമിന്ന് അസ്വസ്ഥമായി. നമ്മൾ മാനവരാണെന്ന ബോധവും കെട്ടുപോ. കേൾവി കേട്ട കേരള മക്കൾ നമ്മൾ, ജൈവതാളം പ്രപഞ്ചതാളമെന്നറിയുക, യാന്ത്രിക താളത്തിനടിമകളാവാതിരിക്കുക, ജ്ഞാനവിജ്ഞാന സംജ്ഞാനമാർജിക്കുക, ജ്ഞാനസമൂഹമായി മാറുക, നവകേരള സൃഷ്ടിക്കായി മനുഷ്യരായി മാറുക, നവകേരള സൃഷ്ടിക്കായി മനുഷ്യരായി മാറുക.